ജെൻഡറിന്റെ ബേസിലല്ല. ജെൻഡറിന്റെ ബേസിലല്ല, ജെൻഡറിന്റെ ബേസിലല്ല, തീർച്ചയായിട്ടും അല്ല. അതൊരു അഫർമേറ്റീവ് ആക്ഷൻ തന്നെയാണ്. ജെൻഡറിന്റെ ബേസിൽ ഇതായിട്ട് പറയല്ല സാർ. ലോകത്ത് പാലസ്തീൻ ഇസ്രായേൽ പ്രശ്നമുണ്ട്, അതുകൊണ്ട് കേരളത്തിൽ പുരുഷ കമ്മീഷൻ വേണ്ട. നിനക്ക് മനസ്സിലാവില്ല. എടാ രാജ്യസ്നേഹം വേണം, അറിയോ? ഷോക്ക് അടിക്കേണ്ട ടൈമായി. നിങ്ങൾ നിയമത്തിനെതിരെ യുദ്ധം ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യേ. ആദ്യം തന്നെ ചെയ്യേണ്ടത് പുരുഷന്റെ മുഖം കാണിക്കുന്നവനൊപ്പം സ്ത്രീയെ കാണിക്കേ. അത് ആദ്യം നേടിയെടുക്ക്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. അങ്ങനെ സ്ത്രീ ഒരു വ്യാജ പരാതി കൊടുത്ത സ്ത്രീ എന്നാണെങ്കിൽ 14 ദിവസം ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് ആയി കിടക്കട്ടെ. മുഖത്ത് നോക്കി കാര്യം പറയാൻ നമ്മൾ ആരെ പേടിക്കണം? പുരുഷ കമ്മീഷൻ ആവശ്യമുണ്ടോ രാഹുൽ? ഈ പുരുഷ കമ്മീഷൻ വേണോ എന്നൊരാളെ പിടിച്ചു നിർത്തി തെരുവിൽ വെച്ച് ചോദിച്ചാലേ അവരോട് എന്താ പറയാ? അതിനുള്ളൊരു സമയമായോ? ഓരോ 4.5 മിനിറ്റിലും ഇന്ത്യയിൽ ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഓരോ 11 മിനിറ്റിലുമാണ് സ്ത്രീ ആത്മഹത്യ ചെയ്യുന്നത്. രണ്ടും ഒരേപോലെ അപകടമാണ്, സംശയമില്ല. പക്ഷേ സ്ത്രീയുടെ 2 ഇരട്ടി ആത്മഹത്യകൾ പുരുഷന് വരുന്നുണ്ട്. ഒരുപാട് വ്യാജ പരാതികൾ വരുന്നുണ്ട്. പല കണക്കുകളുമുണ്ട്. BBC കോട്ട് ചെയ്യുന്നൊരു കണക്കുണ്ട്. 53.2% ഇന്ത്യയിലെ റേപ്പ് കേസുകൾ ഒരു പ്രത്യേക വർഷത്തിൽ അവർ പഠനവിധേയമായി കോട്ട് ചെയ്യുന്നത് വ്യാജ റേപ്പ് കേസുകളാണെന്നാണ്. അതൊന്നും എനിക്കറിയാൻ മേല. അതുകൊണ്ട് നിർബന്ധമായിട്ട് ഒരു പുരുഷ കമ്മീഷൻ വേണം. ഇവിടെ ബ്രിട്ടീഷ് കാലഘട്ടം തൊട്ട് ഇന്ത്യക്കാരിലെ കളവായ പരാതികൾ നൽകുന്ന ഒരു രീതി ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് ഇവിടുത്തെ പുരുഷനെ സംരക്ഷിക്കാനാണ് ഈ വകുപ്പുകൾക്കുള്ളിൽ ഉപവകുപ്പുകൾ നൽകിയത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഇത് ഒരു പുതിയ സംവിധാനം വേണം, പുരുഷ കമ്മീഷൻ വേണം എന്നല്ല. ഇവിടെ നല്ല നിയമവ്യവസ്ഥയിലെ ഒരു സ്ത്രീയുടെ വ്യാജ പരാതി കിട്ടിയാൽ അതനുസരിച്ചിട്ട് ഒരു ജുഡീഷ്യൽ റിമാൻഡിൽ 14 ദിവസത്തെയോ 30 ദിവസത്തെയോ അത് ജയിൽ സന്ദർശനമേ ആയി കാണേണ്ടതില്ല. ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് ഒരു പങ്കുണ്ട്. വി ആർ ദ ഗസ്റ്റ് ഓഫ് ദ മജിസ്ട്രേറ്റ്. വി ആർ ജസ്റ്റ് ഗോയിങ് ഫോർ എ ജുഡീഷ്യൽ റിമാൻഡ്. ആ റിമാൻഡ് കാലയളവിൽ കൂടുതൽ എപ്പോഴെങ്കിലും ജയിലിൽ കിടന്നിട്ടുണ്ടോ? അങ്ങനെ ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് ആയിട്ട് അല്ല, എപ്പോഴെങ്കിലും ജയിലിൽ കിടന്നിട്ടുണ്ടോ? പോയേ കയ്യിന്ന് പോയേ പിന്നെയും പോയേ. ജയിൽ സംവിധാനങ്ങൾ മാറ്റണം. പക്ഷേ എന്തിനാണ് 14 പുരുഷന്റെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്നത്? സാർ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. അങ്ങനെ സ്ത്രീ ഒരു വ്യാജ പരാതി കൊടുത്ത സ്ത്രീ എന്നാണെങ്കിൽ 14 ദിവസം ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് ആയി കിടക്കട്ടെ. അങ്ങനെ വ്യാജ പരാതി കൊടുത്ത സ്ത്രീയും ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് ആയി കിടക്കട്ടെ. 16 ദിവസമാണ് ഞാൻ ജയിലിൽ കിടന്നത്, പ്രത്യേകിച്ച് സ്റ്റേഷൻ ജാമ്യം തരുന്ന കാര്യത്തിൽ. ഈ ജയിലില് ഈ പണ്ടത്തെ പോലെ മറ്റേ എന്താ പറയണേ അരിയുണ്ടയോ സാധനങ്ങളും അങ്ങനെയൊന്നും അല്ല. പക്ഷെ ഈ ജയിലിൽ കിടക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുകയാണ്. ആ സ്വാതന്ത്ര്യമാണ് ഒരു മനുഷ്യന്റെ അടിസ്ഥാനം. ഈ എന്താ പറയണ ജയിലാണ്. വനിതാപക്ഷ നിയമങ്ങൾ ദുരുപയോഗം ചെയ്ത് ജയിലിൽ കിടക്കുന്നതിന് ഒരു കാൽപ്പനികതയില്ല. അങ്ങനെ ഏതെങ്കിലും സ്ത്രീക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് ആയിട്ട് 14 ദിവസം ജയിലിൽ കിടന്നാൽ മതി. പ്രശ്നങ്ങളെ ഫേസ് ചെയ്യൂ തോമൻ. ടേക്ക് ഇറ്റ് ഈസി. Everything will be all right. Okay. അതായത് ഇവിടെ പുരുഷന്മാർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം സ്ത്രീകൾ കൊടുക്കുന്ന വ്യാജ പരാതിയാണോ? അല്ല, ഇവിടെ ഇവിടെ പുരുഷന്മാർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇവിടുത്തെ ജാതീയത, ഇവിടുത്തെ വർഗീയത. അല്ല, നിങ്ങളുടെ പുരുഷന്റെ ആ മാനസികാരോഗ്യമാണോ നിങ്ങളുടെ വിഷയം? വേറൊരു വിഷയമല്ലേ? വർഗീയതയും പ്രശ്നമാണ്. കൊണ്ടുവരുന്നത് എന്തിനാണെന്നറിയാമോ? വിഷയം കൺഫ്യൂസ് ചെയ്യാനാണ്. കേരളം ഏറ്റവും വലിയ ജനകീയനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയെ ഒരു വ്യാജ പരാതിയുടെ പേരിൽ വർഷങ്ങളോളം നമ്മളടക്കമുള്ള മാധ്യമങ്ങളിലെ ആൾക്കാർ വേട്ടയാടിയില്ലേ? നിവിൻ പോളിയെ വേട്ടയാടിയില്ലേ? എത്രയോ പേരെ വേട്ടയാടി. അപ്പൊ ഇവരോടെല്ലാം നിങ്ങൾ ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് ആയി ഒരാഴ്ച പോയി ജയിലിൽ കിടക്കൂ എന്ന് പറയുന്നത് അന്യായമല്ലേ? അങ്ങനെ ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് ആയി കിടക്കുമ്പോഴേ അതിന്റെ വേന അറിയൂ. സമൂഹത്തിലെ ഒരു വിഭാഗത്തിനെയും ജെൻഡറിന്റെ അടിസ്ഥാനത്തിൽ നിയമ സംവിധാനങ്ങൾ വേറിട്ട് കാണുന്നില്ല. നിങ്ങൾക്ക് അതിനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അക്കമിട്ട് അദ്ദേഹം അത്തരത്തിൽ വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് രാഹുലിന് വ്യക്തമായിട്ട് അറിയാം. ജെൻഡറിന്റെ ബേസിലല്ല. ഇതൊക്കെ വിശ്വസിക്കുവോ? പിന്നെ വിശ്വസിച്ചിട്ടുണ്ട്. ജെൻഡറിന്റെ ബേസിലല്ല, തീർച്ചയായിട്ടും അല്ല. അതൊരു അഫർമേറ്റീവ് ആക്ഷൻ തന്നെയാണ്. ജെൻഡറിന്റെ ബേസിൽ ഇതായിട്ട് പറയല്ല സാർ. ലോകത്ത് പാലസ്തീൻ ഇസ്രായേൽ പ്രശ്നമുണ്ട്, അതുകൊണ്ട് കേരളത്തിൽ പുരുഷ കമ്മീഷൻ വേണ്ട. ശ്രീ രാഹുൽ ഈശ്വർ ആയിക്കോട്ടെ, ശ്രീ രാഹുൽ മാങ്കൂട്ടം ആയിക്കോട്ടെ, ഫ്രാങ്കോ മുളക്കിലായിക്കോട്ടെ, ഒരാളെ കുറ്റവിചാരണയ്ക്ക് ശേഷം നിരപരാധിയാണെന്ന് വിടുന്ന ഒരു അവസരം,
അവിടെ നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് നേരത്തെ മാഡം സൂചിപ്പിച്ചതുപോലെ ഇവരുടെ പേര് നമ്മൾ പറയുന്നുണ്ട്. അതിജീവിത മാർഗ്ഗം കിട്ടുന്ന ഒരു പ്രൈവസി, ആ സപ്പോർട്ട് ഇവിടെ പ്രതികളായവർക്ക് പിന്നീട് കുറ്റം തെളിഞ്ഞില്ലെങ്കിൽ കിട്ടുന്നില്ല. അതിന്റെ ഉത്തരം ഒരു സൈഡിൽ XX ഇടുന്നുണ്ടെങ്കിൽ കഴിയുമെങ്കിൽ ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ എന്തുകൊണ്ട് നമുക്ക് ഇവരുടെ പേരുകൾ വൈ ആക്കി കൂടാ? അത് ശരിയാ. പുരുഷന്റെ പ്രൈവസി. നിയമത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞ് നിയമം വെറുതെ വിട്ടു. നിങ്ങൾ നിയമത്തിനെതിരെ യുദ്ധം ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യേ. ആദ്യം തന്നെ ചെയ്യേണ്ടത് പുരുഷന്റെ മുഖം കാണിക്കുന്നവനൊപ്പം സ്ത്രീയെ കാണിക്കേ. അത് ആദ്യം നേടിയെടുക്ക്. ഈ സ്ത്രീകൾക്ക് പുരുഷന്മാരെ കുറ്റം പറയുന്ന സ്ത്രീകളുടെ വീട്ടിലും പുരുഷന്മാരുണ്ട്. അവരുടെ വീട്ടിൽ അവരുടെ അച്ഛനോ അല്ലെങ്കിൽ അവരുടെ സഹോദരനോ ഭർത്താവിനോ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തിന് ഇതേപോലൊരു വ്യാജ പരാതി വരികയാണെങ്കിൽ ഇവരെന്ത് ചെയ്യും? അപ്പുറത്ത് നിൽക്കുന്ന സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഒരു അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞു കഴിയട്ടെ പ്ലീസ്. നിങ്ങൾ സംസാരിച്ചപ്പോ ഞാൻ ആരെ എതിർക്കാൻ വന്നിട്ടില്ല. ഇപ്പൊ ഒരു ഫാഷനാണ്. കാരണം 4-5 പ്രാവശ്യം ഒരാളെ എങ്ങനെ 9 പ്രാവശ്യമൊക്കെ പീഡിപ്പിക്കാൻ പറ്റും? ഒന്ന് പറഞ്ഞു നോക്ക്. ഇതിപ്പോ ഒരു ഫാഷനാണ്. ഇവര് രണ്ടുപേരും, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ റൂമിൽ കയറ്റുകയാണെങ്കിൽ മസാല ദോശയും കുർബാനയും ചൊല്ലാനല്ലല്ലോ. ശനി കൊണ്ടേ പോവും. ആര് കൊള്ളും? ഞാൻ തന്നെ കൊള്ളും. ഇപ്പൊ പറയാണ് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു പയ്യൻ ഇപ്പൊ പ്രശസ്തനല്ലായിരിക്കും. അവന് ചിലപ്പോൾ നാളെ ഒരു ലവ് കാണും, ചിലപ്പോൾ അവൾ വിട്ടിട്ട് പോവും, അടുത്ത പ്രാവശ്യം അവനൊരു ലവ് കാണും, എന്തെങ്കിലും കാരണം കൊണ്ട് വിട്ടു. ഒരു 7-8 വർഷം കഴിയുമ്പോൾ അവൻ സൊസൈറ്റിയിൽ വലിയൊരു പ്രശസ്തനാവുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ 10-20 വർഷം കഴിഞ്ഞവർ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വരും. അതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കാണുന്നൊരു ഫാഷൻ. 100% ഞാൻ യോജിക്കുന്നു. എങ്കിലും ഒരു വ്യാജ പരാതി കൊണ്ടു കൊടുത്താൽ, സ്ത്രീ പീഡന പരാതി കൊണ്ടു കൊടുത്താൽ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ അയാൾക്കെതിരെ ഉടനടി കേസെടുക്കുന്നത് താങ്കളോട് ആരാണ് പറഞ്ഞത്? എനിക്ക് തോന്നുന്നു വിനീത എഴുത്തുകാരിയുടെ ആയതുകൊണ്ട് ഒരു സങ്കല്പ ലോകത്തൊന്നും 1 മണിക്കൂർ കൊണ്ട് FIR ഇട്ടിട്ടുണ്ട് കേരളത്തിൽ. 1 മണിക്കൂർ കൊണ്ട്. നിങ്ങൾ കരുതുന്നല്ല, ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു SHOയുടെ വിശാലം നടത്തിയത് അവര് FIR ഇടും. സത്യമായി പറയുന്നവനായി രാജാക്കൻ. പിന്നെ ഒരു ഞായറാഴ്ച നവംബർ 30-ന് പോലീസുകാർ വീട്ടിൽ നിന്ന് വന്ന് എന്റെ അമ്മയുടെയും ഭാര്യയുടെയും 2 കുട്ടികളുടെയും മുമ്പിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയാണ്. നോട്ടീസ് തന്നിട്ടില്ല, ഏതെങ്കിലും രീതിയിലുള്ള ഗ്രൗണ്ട്സ് കമ്മ്യൂണിക്കേറ്റഡ് അല്ല, എല്ലാം വയലേഷനാണ്. അപ്പൊ എനിക്ക് അതും എന്താണ്, ഒരു സ്ത്രീ നിങ്ങൾക്കെതിരെ പരാതി കൊടുത്തു എന്ന് പറയുമ്പോൾ ഒരു പുരുഷന് പോകാൻ ഒരു ജസ്റ്റിസ് ഫ്രണ്ട്ലി സ്പേസ് വേണം. നമുക്ക് വേണ്ടി ഇടപെടാൻ ആൾക്കാർ വേണം. ആദ്യം പറഞ്ഞ പരാതി കള്ളമാണെന്ന് പോലീസിന് മനസ്സിലായി. അവരിങ്ങനെ ഷിഫ്റ്റിംഗ് ഗോൾ പോസ്റ്റ് ആണ്. ഓരോരോ വകുപ്പ് മാറ്റി അധിക്ഷേപിച്ചു തുടങ്ങിയ കാര്യങ്ങളായി. അവസാനം ഞങ്ങൾ കോടതി ചോദിച്ചു എന്ത് അധിക്ഷേപിച്ചു എന്ന്. പോലീസ് പറഞ്ഞു അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിലാണ് എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. വ്യാജ പരാതികൾക്കെതിരെ കമ്മീഷൻ വരണം. കാരണം ചേച്ചി പറഞ്ഞു വ്യാജ പരാതിയുടെ കാര്യം. ഇതൊരു സ്ത്രീയോ പുരുഷനോ മാത്രം. ഇതിനെ വ്യാജ പരാതി കമ്മീഷൻ എന്ന് വിളിച്ചാൽ ഓക്കെയാണോ? അബദ്ധം പറ്റിയല്ലേ? നമ്മളെ സമൂഹം ചലിക്കുന്നത് മുന്നോട്ടാണ്, ഒരിക്കലും പിന്നോട്ടല്ല. പുരുഷനെ കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് വേണം. പുരുഷാവകാശ കമ്മീഷൻ വേണം തന്നെയാണ് ഞങ്ങളും അഭിപ്രായപ്പെടുന്നത്. ഇക്വാലിറ്റി തന്നെയാണ് വേണ്ടത്. അപ്പോ സ്ത്രീകൾക്ക് ഒരു സ്ഥലം ഉള്ളതുപോലെ തന്നെ പുരുഷന്മാർക്കും എല്ലാ കാര്യങ്ങളും സംസാരിക്കാനും ഇതാക്കാനും ഒരു സ്ഥലം വേണം. പുരുഷ കമ്മീഷൻ വേണമെന്നാ പറയുന്നത്. അവർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. ഫെമിനിസം എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നതിനെയാണ് ഫെമിനിസം എന്ന് പറഞ്ഞത്. സ്ത്രീകൾക്ക് അവകാശമുള്ളതുപോലെ തന്നെ പുരുഷന്മാർ. അതാണ് സ്ത്രീ പുരുഷ സമത്വം. പറയട്ടെ മോളെ, സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്നത് പുരുഷനെ വേറെ കണ്ടും സ്ത്രീനെ വേറെ കാണാന്നൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചെറുപ്പത്തിൽ തന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് അവർ ഈക്വൽ ആണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. എന്തുകൊണ്ട് പറ്റുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് അതിനെ എതിർക്കുന്നു? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. നമ്മുടെ കുടുംബ കോടതിയിൽ സാധാരണ 20,000 1 ലക്ഷം ഒക്കെ സാലറി വാങ്ങുന്ന പെണ്ണുങ്ങളുടെ അവസ്ഥ എന്താണ്? വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പെണ്ണുങ്ങളുടെ അവസ്ഥ എന്താണ്? പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? മെയിൻ്റനൻസ് പുരുഷന്മാർ കൊടുക്കുന്ന 5,000 6,000 രൂപ മെയിൻ്റനൻസ് കൊണ്ട് ജീവിച്ചു കൊള്ളണം എന്ന് പറയുന്ന നിയമം നമുക്കുണ്ടെന്ന് നമുക്കറിയില്ലേ? ഒരാളെ ഡൈവേഴ്സ് ചെയ്തു, അവൻ പിന്നെ അന്യ പുരുഷനാണ്, പിന്നെ എന്തിനാണ് അവന്റെ അതായത് കാശും സ്വന്തം കാലിന് എഡ്യൂക്കേഷൻ നിന്ന് നമുക്ക് ഡിഗ്നിറ്റി സെൽഫ് റെസ്പെക്ട് വേണം. നിന്ന് കാണിച്ചു കൊടുക്കണം. അല്ലാതെ നമുക്ക് വേണ്ടാത്ത കാശ് വാങ്ങിച്ച ആ പെണ്ണ് വേറെ രീതിയിലാവും. പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം. എന്തിനാണ്? സ്വന്തമായി ജോലി ചെയ്യണം. അതാണ് വേണ്ടത്. അതാണ് അന്തസ്സുള്ള ഏത് പെണ്ണ് ചെയ്യുന്നത്.
ഇപ്പൊ ഇവിടെ പറഞ്ഞ പോലെ തന്നെ എനിക്കും പുരുഷാവകാശം വരണം എന്ന് തന്നെയാണ് ആഗ്രഹം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അവകാശമുള്ള പോലെ തുല്യമായിട്ട് തന്നെ പുരുഷന്മാർക്ക് അവകാശമുണ്ട്. സ്ത്രീകൾക്ക് വേതനം എടുക്കുന്നത് പോലെ തന്നെ പുരുഷന്മാർക്കും വേതനം എടുക്കും. അപ്പൊ അവർക്ക് ചോദിക്കാനും ആൾക്കാർ വേണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഒരു മര്യാദ വേണ്ടേ? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ.